ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 20-ന്റെ 29 മുതൽ 34 വരെ. അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ചെയ്ത ദശാത്ഭുതങ്ങൾ വർണ്ണിച്ചപ്പോൾ വിശുദ്ധ മത്തായി 2 അന്ധന്മാരുടെ കഥ അവതരിപ്പിക്കുന്നു. മത്തായി 9-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയും ഇതിന് സമാനമായ വിവരണമുണ്ട്. പിന്നെന്തിനാണ് ഇവിടെ 2 അന്ധന്മാരുടെ കഥ വീണ്ടും അവതരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന ഒരു 3 കാര്യങ്ങൾ. അതിലൊന്ന്, സെബദീ പുത്രന്മാരുടെ അന്ധതയുമായി ഇതിന് ബന്ധമുള്ളത് കൊണ്ടാണ് ഇവിടെ വീണ്ടും മത്തായി ചേർക്കുന്നത്. സെബദിയുടെ 2 പുത്രന്മാർ ശിഷ്യത്വത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അന്ധമായ ധാരണകൾ വെച്ചു പുലർത്തിയിരുന്നു. അവരുടെ പ്രതിനിധിയാണ് ഈ 2 അന്ധന്മാർ. മർക്കോസ് സുവിശേഷകൻ 10-ാം അധ്യായം 46 മുതൽ പറയുന്നതും ഇതേ സംഭവമാണ്. അവിടെ ഒരു അന്ധൻ മാത്രമേ ഉള്ളൂ. അയാൾക്ക് പേരുമുണ്ട്, ബർത്തിമായി എന്നാണ്. ഇവിടെ 2 അന്ധന്മാർ, കാരണം സെബദിയുടെ മക്കൾ 2 ആണ്. അവർ 2 പേരും ആത്മീയമായി അന്ധരാണ്. രണ്ടാമത്, യഹൂദരുടെ രാജാവായി യേശു യെരുശലേമിലേക്ക് ആഘോഷമായി പ്രവേശിക്കുമ്പോഴും തിരസ്കൃതരെയും അധകൃതരെയും ശുശ്രൂഷിക്കാൻ തയ്യാറുള്ളവനെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലിയായി കൊടുപ്പാനും അത്രേ ഞാൻ വന്നത് എന്ന് കർത്താവ് പറയുന്നത്. അതിൻ്റെ ഒരു സ്ഥിരീകരണം ഇവിടെ സംഭവിക്കുന്നു. മൂന്നാമത്, ദാവീദ് പുത്ര എന്ന അന്ധന്മാർ യേശുവിനെ സംബോധന ചെയ്തത് കർത്താവിൻ്റെ ഹോശാന പ്രദക്ഷിണത്തിനുള്ള നാന്ദി കുറിക്കുകയാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന നസ്രയത്തിലെ യേശുവാണ് ദാവീദിൻ്റെ പുത്രൻ എന്ന ചിന്ത തീർത്ഥാടകരിൽ അങ്കുരിപ്പിച്ചത് ഈ അന്ധന്മാരാണ്. അങ്ങനെയെങ്കിൽ യേശു മാത്രമല്ല, അവരും അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ്. 2 അന്ധന്മാർ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ അവസാനത്തെ അത്ഭുതമാണ്. യെരുശലേം പ്രവേശനത്തിന് തൊട്ടു മുൻപ് നടക്കുന്ന ഈ അത്ഭുതം യേശുവാണ് മശിഹ എന്ന സംശയത്തെ ബലപ്പെടുത്തി. മാത്രമല്ല, അന്ധന്മാർ യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. ദാവീദിൻ്റെ പുത്രനായി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ കാത്തിരിക്കുന്ന മശിഹയായി യേശുവിനെ തൻ്റെ യെരുശലേം പ്രവേശനത്തിൽ വിളംബരം ചെയ്യുന്നത് ഒരിക്കലും ഒന്നും കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അന്ധന്മാരാണ് എന്നത് എല്ലാം അറിയുകയും കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഒരല്പം സങ്കോചമുളവാക്കാം. അതുകൊണ്ട് അന്ന് കൂടി വന്ന എല്ലാ തീർത്ഥാടകരും ഈ അന്ധന്മാരുടെ, അല്ലെങ്കിൽ അന്ധൻ്റെ നിലവിളിയും ദാവീദ് പുത്ര എന്ന പ്രഖ്യാപനവും കേട്ടിട്ടുണ്ടാവാം. കർത്താവ് യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ കവാടത്തിലാണ് ഈ സംഭവം. യെരിഹോ ശപിക്കപ്പെട്ട പട്ടണമാണെങ്കിലും കർത്താവിൻ്റെ വരവിനാൽ അനുഗ്രഹിക്കപ്പെടാനിടയായി. കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും സങ്കേതമായിരുന്ന യെരിഹോവിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കാതിരുന്ന നാളിൽ
ഒന്നിനെയും വെറുക്കുവാനും ഉപേക്ഷിക്കാനും മനസ്സില്ലാത്ത കർത്താവ് അങ്ങോട്ട് ചെന്നു. കർത്താവിനെ ആവശ്യമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. തന്നെ ആവശ്യമുള്ളവരുടെ അടുക്കലേക്ക് അവിടുന്ന് ഇന്നും കടന്നു ചെല്ലുന്ന ദൈവമാണ്. അശരണർക്ക് ആലംബവും നിരാലംബർക്ക് അത്താണിയുമായി കർത്താവ് തക്ക സമയത്ത് എത്തുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആവശ്യങ്ങളിലും ഭാരങ്ങളിലും നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന പേര് കർത്താവിന് നൽകിയിരിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ അകന്നു നിൽക്കുന്നവനല്ല, ഒപ്പം നിൽക്കുന്ന ഒരു ദൈവം. ആ ദൈവം മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ ആളുകളുടെ ഇടയിലേക്കും തിരസ്കൃതരുടെയും അപരിഷ്കൃതരുടെയും ഒക്കെ ഇടയിലേക്കും കടന്നു ചെല്ലാൻ മനസ്സുള്ള കർത്താവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉയർത്തി സ്ഥിരമായ പാറമേൽ നിർത്തിയ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹൃദയം നുറുങ്ങി നാം നിലവിളിക്കുമ്പോൾ ദൂരെ നിന്ന് കേൾക്കുന്ന കർത്താവല്ല, ചാരത്ത് വന്ന് നമ്മെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. അന്ധന്മാരിലൂടെ തീർത്ഥാടകരുടെ കണ്ണു തുറന്ന ദൈവം ഇന്നും ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ അനേകരെ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളും പലപ്പോഴും അന്ധതയിലാണ്. കാണേണ്ടത് കാണാതെ ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ആത്മീയമായ അന്ധതകളെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ജീവിതയാത്രകളിൽ, ജോലിവേലകളിൽ, ഞങ്ങൾ മറ്റുള്ളവരുമായി കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ, സംവേദന സരണികളിലെല്ലാം അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ കൃപയും കരുതലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.